നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മളെ നാട്ടിലത്തെ കുവൈറ്റിലത്തെ കൂടെ പറയാനുണ്ട്. നമ്മുടെ നാട്ടിലത്തെ ഈ ഡെലിവറി ജോബ് ഉണ്ടല്ലോ, അതായത് ഫുഡ് ഡെലിവറി ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പൊ മീഷോ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, അങ്ങനെ പല ഐറ്റംസിന്റെ ആ ഡെലിവറിയും വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, അതായത് ഇപ്പൊ ഞാനൊരു 1.5 മാസത്തോളം ഇതിൽ വർക്ക് ചെയ്ത്, ഈ പറഞ്ഞ ഈ മീഷോ ഇങ്ങനെയുള്ള ഐറ്റംസിന്റെ ഡെലിവറി പോയിട്ട് 1.5 മാസത്തോളം വർക്ക് ചെയ്ത്. അപ്പൊ എന്റെ എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ പരിചയപ്പെട്ടൊരു ആള് സ്വിഗ്ഗിയിൽ ഓടുന്നതാണ്. അപ്പൊ ആള് പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, കുവൈറ്റിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുവൈറ്റിൽ വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായി. ഈ എന്താ പറയാ, തലാബാത്തിന്റെ അതുപോലെ തന്നെ ഫുഡ് ഡെലിവറിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോയിലുള്ള ആളുകൾ പറയുന്ന വെച്ചാല് അവരുടെ നല്ല അത്യാവശ്യം സാലറി ഉണ്ട്, കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് പലരും ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഫുഡ് ഡെലിവറിയുടെ ജോലി കിട്ടുമെന്ന് ചോദിച്ചിട്ട്. കുവൈറ്റില് അവിടെ വരുന്ന വെച്ചാൽ സാലറി ബേസിലാണ് അവിടെ വരുന്നത്. സാലറി എന്ന് പറയുമ്പോൾ വലിയ സാലറി വരുന്നില്ല, പോയി കുടുങ്ങി ഒരുപാട് പേരുണ്ട് സാലറി കുറവായിട്ട്. അപ്പൊ നമ്മളെ വീഡിയോയിൽ വരുമ്പോ വെച്ചാല് നമ്മൊരു 10 പേരെ കാണുമ്പോ ഒരാൾക്കിന് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നത്. അവർക്ക് കുഴപ്പമില്ല, നല്ല അത്യാവശ്യം ജോലിയും കുഴപ്പമില്ല, ഒരു കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ ഈ ബാക്കി വീഡിയോയിൽ വരാത്തൊരു 9 ആൾക്കാരുണ്ട്. അവർക്ക് കുറെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് പുറത്തറിയണ്ടെന്ന് വെച്ചിട്ട് പലരും വീഡിയോ വരാത്തവരുണ്ട്. അപ്പോ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ കണ്ടിട്ട് ആ ഒരു ജോലി ഇങ്ങനെ ചൂസ് ചെയ്യരുത്. കാരണം സാലറിക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയ സാലറി ഉണ്ടാവുള്ളൂ. അത് കൂടാതെ തന്നെ ചിലവര് നല്ല സാലറി കൊടുക്കുന്നുണ്ട്, പക്ഷെ ചില കമ്പനിയിൽ സാലറി കുറവായി. ഇപ്പൊ തലാബാത്ത് തന്നെ പല ടീമും എടുത്തിട്ടുള്ളത്. അപ്പൊ അവര് എത്ര സാലറി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഓരോരുത്തരും ഓരോ ഇതിലായിരിക്കും കൊടുക്കുന്നത്. കമ്മീഷൻ ആയിരിക്കാം, സാലറി ആയിരിക്കാം, എന്ത് തന്നെ ആയാലും അത്യാവശ്യം റിസ്ക് ഉണ്ട്. റിസ്ക് പിന്നെ കുഴപ്പമുള്ളതായിരിക്കാം, അതിനുള്ള പൈസ കിട്ടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അത് നോക്കിയതിന് ശേഷം മാത്രം എന്താ പറയാ, അതിന് ട്രൈ ചെയ്താൽ മതി. അല്ലാതെ ഈ പണി ഒരാൾ പറഞ്ഞു കേട്ടിട്ട് അത് ഓക്കെയാന്ന് വെച്ച് പോണ്ട. കാരണം എന്റെ വീഡിയോകളിലൊക്കെ വെച്ചാൽ കമ്മീഷനാണ്. അതായത് ഒരു പീസിന് 1 ദിനാറിട്ട് ഇരുന്നൊന്ന് വീഡിയോ ചെയ്യുമ്പോൾ, ഒരു കൊല്ലത്തായി വീഡിയോ ചെയ്തിട്ട്. അപ്പോ ഇപ്പോഴത്തെ എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പൊ അത് കണ്ടിട്ട് ഇപ്പോ ആരും പോവാൻ നിൽക്കരുത്. പോകണമെങ്കിൽ പോവാം, പക്ഷെ അത് അന്വേഷിച്ചതിന് ശേഷം സാലറി ആണോ, എങ്ങനെയാണ്, അതുപോലെ തന്നെ ഒരു മാസം എത്ര ടാർജറ്റ് ഉണ്ട്, അതല്ലെങ്കിൽ ഇത്ര മണിക്കൂർ ഓടണം. കാരണം എല്ലാ കാര്യങ്ങളും ചോദിച്ചതിന് ശേഷം മാത്രം ഈ ഫുഡ് ഡെലിവറി എന്ന് പറഞ്ഞ ജോലിക്ക് പോയാൽ മതി. കാരണം ബൈക്ക് ഓടിക്കൽ കുറച്ച് റിസ്ക് ആണ്. എല്ലാ റോട്ടിലും കുവൈറ്റിൽ ബൈക്ക് ഓടിക്കാൻ പറ്റില്ല. മെയിൻ റോഡുകളിലൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ഫൈൻ കിട്ടും. ആ ഫൈൻ നമ്മ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ നാട്ടിലിപ്പോ അത്യാവശ്യം ഒരു ഒട്ടച്ചെലവിന് ചില്ലറ വേണമെങ്കിൽ ഇപ്പൊ പഠിക്കുന്നവർക്ക്, അതല്ലെങ്കിൽ ഇപ്പൊ വേറൊരു പണി റെഡി ആവാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ കയ്യിൽ ഇപ്പൊ ഫണ്ടില്ല, അതല്ലെങ്കിൽ എന്താ പറയാ അത്യാവശ്യം ഒരു കാര്യം നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ വേറെ എന്തെങ്കിലും വിസ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, അപ്പൊ അതിന്റെ ഇടയിൽ വേറൊരു ജോലിക്ക് കയറാൻ പറ്റില്ല. അങ്ങനത്തെ സമയത്തൊക്കെ ചെയ്യാൻ പറ്റിയൊരു പരിപാടി തന്നെയാണ് ഈ പറഞ്ഞ പോലെ തന്നെ സ്വിഗ്ഗി ആയാലും സൊമാറ്റോ ആയാലും അല്ലെങ്കിൽ മീഷോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ, ഇതിലൊക്കെ കയറാന്നുള്ളത്. ഇപ്പൊ ഞാൻ ഓടിയപ്പോ എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഒരു പീസ്, അതായത് നമ്മളിപ്പോ ഒരു ദിവസം ഒരെണ്ണം കൊടുക്കുക, ഒരാൾക്ക് ഒരെണ്ണം നമുക്ക് എന്താ പറയാ ഓഫീസിൽ നിന്ന് കൊണ്ടുപോയി അവിടെ കൊടുക്കുകയാണെങ്കിൽ ഒരു പീസുമ്പോൾ നമുക്കൊരു 18-20 രൂപ, 18 മുതൽ 20 രൂപയാണ് കിട്ടുന്നത്. അത് നമ്മൊരു 50 എണ്ണം കൊടുക്കാം, അതല്ലെങ്കിൽ 100 എണ്ണം കൊടുക്കാം. നമുക്ക് എത്ര എണ്ണം കൊടുക്കാൻ പറ്റും? ഇപ്പൊ നമ്മൊരു പിൻകോഡ് അല്ലെങ്കിൽ 2 പിൻകോഡ്, 2 ഏരിയ എടുത്ത് പോകണമെന്ന് വെച്ചാൽ 2 ഏരിയയിൽ നമ്മൾ ഈ സാധനം അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം അവരുടെ നമ്പർ ഉണ്ടാവും. നമ്പറിൽ വിളിക്കുക, അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പീസിന് 20 രൂപയാണെങ്കിൽ ഒരു 100 എണ്ണം, 500 എണ്ണം കൊടുത്താൽ തന്നെ 1000 രൂപയായി. 50 എണ്ണം കൊടുത്താൽ തന്നെ 1000 രൂപയായി. ഒരു 100 എണ്ണം കൊടുക്കുകയാണെങ്കിൽ 2000 രൂപയായി. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് ബൈക്ക് മാത്രം ഉണ്ടായാൽ മതി. അതായത് ബൈക്ക് ഉണ്ടാവാൻ നമ്മൾ പെട്രോൾ അടിക്കുന്ന പോകണം, 2000 രൂപ നമ്മൾ ചെലവ് പോകണം. പക്ഷെ ഈ 100 പീസ് ഡെയിലി കൊടുക്കാൻ നമുക്ക് പറ്റണം. അതിന് ഒന്നാമത്തത് നമ്മ പോകുന്ന ഏരിയയിലേക്ക് 100 പീസ് ഓർഡർ ഉണ്ടാവണം. 2, ഈ എന്താ പറയാ, ഈ 100 പീസും നമ്മളിപ്പോ ബാഗിലാക്കി പോയി കഴിഞ്ഞാൽ ഈ 100 പീസും വിളിച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ എടുക്കണം. പലരും ഫോൺ എടുക്കാത്തവരുണ്ടാവും, പലരും ചിലപ്പോ സ്വിച്ച് ഓഫ് ആയിരിക്കും, പലരും ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളെ ബാഗിൽ 100 സെറ്റാക്കി കൊണ്ടുപോകണം. പണിയെടുക്കാൻ വേണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാവുന്നതുള്ളൂ, കുഴപ്പമില്ല. പക്ഷെ ഞാനത് പോയി നോക്കിയിട്ട് എനിക്ക് ചില ദിവസങ്ങളിൽ ഒരു 60 എണ്ണം ഉണ്ടാവും, ചില ദിവസം 70 എണ്ണം ഉണ്ടാവും ലോഡ് ഉണ്ടാവുക. അതായത് ഞാൻ പോകുന്ന ഏരിയയിലേക്ക് അത് ഞാൻ കൊണ്ടുപോകുമ്പോൾ അതിലൊരു 10-15 എണ്ണം ബാക്കി വരും. കാരണം പലരും വിളിച്ചാൽ ഫോൺ എടുക്കൂല, ചിലർ സ്വിച്ച് ഓഫ് ആയിരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ചിലപ്പോ ഒരു 50 എണ്ണം കൊടുക്കാൻ പറ്റും, ചിലപ്പോ 20 എണ്ണവും, ചിലപ്പോ 30 ആവും, ചിലപ്പോ 70 എണ്ണം കൊടുക്കാൻ പറ്റും. കാരണം നമ്മ ഈ ലോഡ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതെല്ലാം അവർ വാങ്ങണമെന്നില്ല. അപ്പൊ കാരണം ഇപ്പൊ ഒരു 50 എണ്ണെങ്കിൽ 50 ആൾക്കായിരിക്കും, ചിലപ്പോ അങ്ങനെ ആയിരിക്കും വരും. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മ ഈ വിളിക്കുന്ന 50 ആൾ ഫോൺ എടുക്കണമെന്നില്ല, ഒരേ സമയത്ത് കിട്ടണമെന്നില്ല. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ ഈ പറയുന്ന എണ്ണം നമുക്ക് തയ്ക്കാൻ പറ്റാറില്ല. നേരെ മറിച്ച് എണ്ണം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ലാഭം ഉണ്ടാ. അതായത് 2 വർഷവും കൂടെയാണ് പറയുന്നത്. പിന്നെ പെട്രോൾ നമ്മൾ കയ്യിൽ നിന്ന് അടിക്കണം. ഒരു 200, 250, ഒരു 300 രൂപയുടെ താഴെ പെട്രോൾ അടിക്കേണ്ടി വരും.
പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഫുഡ് രാവിലത്തെ ഉച്ചക്കലത്തെ വൈകിട്ട് എപ്പോഴാണെങ്കിൽ നമുക്ക് കാരണം ഞാൻ പോവാണെങ്കിൽ രാവിലെ ഒരു 9 മണി 10 മണിക്ക് ഇറങ്ങും. പിന്നെ തിരിച്ചു വരുമ്പോൾ എന്തായാലും ഒരു 7 മണി ആ സമയത്താണ് തിരിച്ചത്. അപ്പൊ അതുവരെയുള്ള വെള്ളം ഫുഡ് കാര്യങ്ങൾ ഇതിൽ നിന്ന് പോകും. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പൈസ കിട്ടണമെങ്കിൽ അത്രയും പീസ് കൊടുക്കാനായിരിക്കണം. കാരണം ഞാൻ ഇപ്പൊ നിർത്തിയെന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ ഒരു കുറച്ച് പീസ് ഇത് എണ്ണം കുറഞ്ഞു ലോഡ് കുറഞ്ഞപ്പോൾ ഞാൻ നിർത്തിയതാണ്. കാരണം ആ ഒരു 20-30 എണ്ണൊക്കെ വന്നപ്പോൾ നമുക്ക് മുതലാവില്ല. 30 എണ്ണം കൊടുത്താൽ കിട്ടുക 600 രൂപ. അതിൽ നിന്ന് നമ്മൾ ചിലവ് പോയി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ 200 രൂപക്ക് ബാക്കി വരയില്ല. അതുകൊണ്ട് അത് നിർത്തിയതാണ്. നേരെ വെച്ച് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പോകുമ്പോൾ ഒരു പറഞ്ഞ പോലെ തന്നെ കുഴപ്പമില്ലാത്ത റേറ്റ് കിട്ടിയില്ല. അപ്പൊ ഈ പറഞ്ഞ 1.5 മാസം ഞാൻ ഓടിയിട്ടുള്ള സ്ഥിരമായിട്ട് ഓടുന്നവരുണ്ട്, സ്ഥിരം അവിടെ സാലറിക്ക് ഓടുന്നവരുണ്ട്. അവരുടെ കേസ് നമുക്കറിയില്ല, നമുക്ക് വിശദമായിട്ട് ചോദിച്ചിട്ടൊന്നുമില്ല എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയില്ല. കാരണം ഞാൻ ചെയ്തിട്ടില്ല സാലറിക്ക്. ഞാൻ സാലറിക്കല്ല, നമുക്കൊരു കമ്മീഷൻ ബേസിൽ ഓടി വയ്ക്കുകയാണ്. അപ്പോ ഇത് ഓടണമെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ നാട്ടിലായാലും എവിടെയാലും ഉണ്ടാവും. ഫ്ലിപ്കാർട്ട് ആയാലും ആമസോൺ ആയാലും പല കമ്പനികളുണ്ട്. ഇപ്പൊ ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. ഫ്ലിപ്കാർട്ട് ആമസോൺ അല്ലാതെ പുറത്തുനിന്ന് എടുത്ത് ഒരുപാട് കമ്പനികളുണ്ട്. അവിടെ പോയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ വേക്കൻസി ഉണ്ടെങ്കിൽ സുഖമായിട്ട് കയറാവുന്നുള്ളൂ. നമ്മളെ കയ്യിൽ ഒരു ബൈക്ക് മാത്രം ഉണ്ടായാൽ മതി. ബൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കയറാവുന്നുള്ളൂ. പിന്നെ ഇതിൽ നമുക്ക് ചെലവ് വരുന്നത് പറഞ്ഞാൽ ഈ ഭക്ഷണം മാത്രമല്ല, വണ്ടിക്ക് പണി കിട്ടിക്കഴിഞ്ഞാൽ, കാരണം ഒരു ദിവസം അത്യാവശ്യം കിലോമീറ്റർ ഓടണം. ഒന്ന് വണ്ടിക്ക് കിട്ടുന്ന പണി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിരിക്കണം. അതുപോലെ തന്നെ നമ്മളെ ബോഡി ഫുൾ ടൈം ബൈക്കും ഇരുന്നിട്ടുള്ള പരിപാടി എന്ന് പറയുമ്പോൾ ശരീരത്തിനും കുറച്ച് ഡേഞ്ചറാണ്. തണ്ടലിനായാലും ഈ രണ്ട് കൈക്കായാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പല്ല, കുറച്ചധികം ഓടിക്കഴിഞ്ഞാൽ. ഞാൻ പിന്നെ കുറച്ച് ഓടിയിട്ടുള്ളൂ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഇതിലൊരു നെഗറ്റീവായിട്ട് വരുന്നത്. പോസിറ്റീവായിട്ട് വരുന്ന വെച്ചാൽ വലിയ മുടക്ക് മുതലില്ല, പെട്ടെന്ന് കയറാൻ പറ്റിയ ജോലിയാണ്. പൈസ ഒക്കെ കറക്റ്റ് ശനിയാഴ്ച, അതായത് വെള്ളിയാഴ്ച ഇട്ടാണ്, ആഴ്ചയിൽ ഒരു ദിവസം ഒരാഴ്ചയിലത്തെ പൈസ നമ്മളെ അക്കൗണ്ടിൽ കയറും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. സ്വിഗ്ഗിയുടെ ആണെങ്കിൽ, സ്വിഗ്ഗി ഞാൻ ഓടിയതല്ല, വേറെ ആളോ ഓടിയ കാര്യം പറഞ്ഞാണ്ടാ. ആൾ പറഞ്ഞു വെച്ചാൽ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. ആള് ചെയ്യുന്നത് രാവിലെ 7 മണിക്ക് തുടങ്ങിയിട്ട് വൈകിട്ട് ഒരു 7-8 മണി, അതായത് 12 മണിക്കൂറിന്റെ മേലെ ഓടുന്നുണ്ട്. അപ്പോഴാണ് ആൾക്ക് ഒരു 1000 രൂപ കിട്ടുന്നത്. ഈ 1000 രൂപ അടിച്ചു കഴിഞ്ഞാൽ 600 രൂപ ഇൻസെന്റീവ് കിട്ടും. അപ്പൊ ഒരു 1600 രൂപ കിട്ടുന്നുണ്ട്. അതായത് ഒരു 12 മണിക്കൂറിന്റെ മേലെ ഓടിക്കഴിഞ്ഞാൽ ഒരു 1600 രൂപ ആൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുന്നില്ല. ഇതാണ് ഈ രണ്ടിലുള്ള കുഴപ്പം. ഡെയിലി നമുക്ക് ഈ എന്താ പറയാ, ഒരു ദിവസം 1600 രൂപയ്ക്ക് ഓടി അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് ഓടി നോക്കിയാൽ അടുത്ത ദിവസങ്ങളിൽ അങ്ങനെ കിട്ടണമെന്നില്ല. ചില ദിവസം കൂടും കുറയും. അപ്പൊ അത്യാവശ്യം പ്രാരാബ്ദവും പ്രശ്നവും കാര്യങ്ങളും ഉള്ളവർക്ക് ഇതിൽ ഓടിയിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നേരെ കുറച്ച് പഠിക്കാൻ പോകുന്നവർക്ക് പഠിപ്പ് കഴിഞ്ഞതിന് ശേഷം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഫ്രീ ടൈമിൽ ചെയ്യാനാണെങ്കിൽ നാട്ടില് ഈ ഡെലിവറി ജോബ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഫ്രീ ടൈമിൽ ചെയ്യാനാണെങ്കിൽ ഫുഡ് ഡെലിവറി, സ്വിഗ്ഗി, ഇതൊക്കെ. മറ്റേതാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക, ഫുൾ ടൈം ആയിട്ട് തന്നെ ഓടാവുന്നതാണ്. ലോഡ് ഉണ്ടെങ്കിൽ ഒരു ഏരിയ പിടിച്ചു, ആ ഏരിയ നമുക്ക് കറക്റ്റ് മനസ്സിലായി, അവിടുത്തെ വീടുകൾ കാര്യങ്ങളൊക്കെ ഇന്ന വീടുകൾ നമുക്ക് മനസ്സിലായി, അഡ്രസ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു എത്ര പീസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റും. പക്ഷെ ഇത് കൊടുക്കണമെങ്കിൽ തന്നെ ആ ലോഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് നടപടിയാവുള്ളൂ. അതുകൊണ്ട് ഇത് സംഭവം കുഴപ്പമില്ല. ഇതിപ്പോൾ എവിടെയായാലും ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്, അതല്ലെങ്കിൽ എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ സംഭവം എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. അപ്പൊ പോയി അന്വേഷിക്കുക, അത് താല്പര്യമുള്ളവരിട്ടാ ഒരു ബൈക്ക് കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് പോയി അന്വേഷിക്കുക. ഒരു പണിയില്ലാണ്ട് വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോവാൻ അന്വേഷിക്കുക. ഇങ്ങനെ സംഭവം ചാൻസ് ഉണ്ടോ, വേക്കൻസി ഉണ്ടോ എന്ന് നോക്കുക. ഒരു പീസിന് എത്ര കിട്ടും, നേരെ കയറുക, ഓടി നോക്കുക. ചെയ്ത് നോക്കണോണ്ട് കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാനീ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ നേരിട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. കുറച്ച് നാൾ ഓടി നോക്കുക. പറ്റിയില്ല, ശരിയിട്ടാ പറ്റില്ല, നിർത്തി, പരിപാടി കഴിഞ്ഞു. കാരണം ഞാൻ നോക്കിയിട്ട് വലിയൊരു മോശം ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു സംഭവം വലിയ എന്താ പറയുക, കുറച്ച് വെയിൽ കൊള്ളണം, പിന്നെ വണ്ടിയിൽ ഇരിക്കുമ്പോൾ ഒരു ബോഡി പെയിൻ ഉണ്ടാവും, ഈ ബാഗ് ഇട്ട് പോകേണ്ടി വരും, അതല്ലെങ്കിൽ ഒരു ചാക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ച് പോവാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, വേറെ ഒന്നുമില്ല. അതിൽ നമ്പർ ഉണ്ടാവും, ആ നമ്പറിൽ വിളിക്കുക, ഈ സാധനം കൊണ്ടു കൊടുക്കുക, ഇത്രയുള്ള ഈ പരിപാടി. സ്വിഗ്ഗിയിലാണെങ്കിൽ ഞാൻ കറക്റ്റ് ഓടാത്തതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല, ഒന്ന് ഓടി നോക്കണമെന്നുണ്ട് കുറച്ച് ദിവസം. പക്ഷെ അതിനെന്തോ രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെന്തോ അതിന്റെ യൂണിഫോം കിട്ടിയിട്ട് ബാഗ് കിട്ടി, അങ്ങനത്തെ കുറെ വള്ളിക്കെട്ടൊക്കെ വരുന്നുണ്ട് അതിൽ. എന്നാലും ഓടി നോക്കണമെന്നുണ്ട്. അത് ഓടി നോക്കിയ ശേഷം കുറച്ചും കൂടെ വിശദമായിട്ട് അതിന്റെ വീഡിയോ ചെയ്യാം കേട്ടാ. കാരണം ഇപ്പൊ ഒരാൾ പറഞ്ഞിട്ടുള്ള ചെറിയ അറിവ് മാത്രമേ എനിക്കുള്ളൂ സ്വിഗ്ഗിനെ കുറിച്ചിട്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് അറിയില്ല. എന്തായാലും ഞാൻ ഓടുന്നുണ്ടെങ്കിൽ ഓടി നോക്കിയ ശേഷം അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ ഈ പറയുന്ന ഡെലിവറി ആയിട്ട് ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ. ഇത് മാത്രല്ല, ഇപ്പൊ ഈ പറയുന്ന ബൈക്കിൽ മീൻ കൊണ്ടുനടന്ന് നിൽക്കുന്നുണ്ട്. അത് ഭയങ്കര കോമഡിയാണ്. ഇപ്പൊ കുറെ പേര്, ഇപ്പൊ തമിഴ്നാട്ടുകാരും കൂടുതലും ചെയ്യുന്നത് പാത്രങ്ങള്, അതുപോലെ തുണി ഐറ്റംസ് ബൈക്കിൽ വെച്ച് കെട്ടിയിട്ട് ഒരു ലോഡായിട്ട് പോകുന്നുണ്ട്. അവരൊരു ദിവസം 1500-2000 രൂപ ഉണ്ടാക്കുന്നുണ്ട് നമ്മളെ നാട്ടില്. ആ സമയത്താണ് ദിവസം 1000 രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഗൾഫിലേക്ക് ഓടുന്നത്. അതായത് ഈ ഡെലിവറി ജോലിയുടെ കാര്യമായിട്ടാ പറഞ്ഞേ. അവരുണ്ടാക്കേണ്ട 1500-2000 രൂപ. അത് നിങ്ങൾ ശരിക്കും ഇപ്പൊ ഹോൾസെയിൽ മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് സത്യാവസ്ഥ മനസ്സിലാവുള്ളൂ. നമ്മ അറിയില്ല, അവര് കുറച്ച് പാത്രം കൊണ്ടുവരുന്നുള്ളൂ. പക്ഷെ ഈ പാത്രങ്ങൾ ഐറ്റംസിന്റെ ഒക്കെ വില എന്ന് പറയുമ്പോൾ ഈ കൊണ്ടുവരുന്ന ഐറ്റംസ് ഇപ്പൊ ഡൽഹിയിൽ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ, ഡൽഹി മാർക്കറ്റിൽ പോയടത്തോളം ഞാൻ കണ്ട്, ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു.
ഭയങ്കര വിലക്കുറവുള്ള എല്ലാ ഐറ്റംസും നമ്മൾ നോക്കിയെടുക്കാനായിരിക്കണം. നേരിട്ട് പോയി നോക്കിയെടുക്കാനാണെങ്കിൽ നിസ്സാര പൈസക്ക് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ആ ഐറ്റംസ് ഇവിടെ ബൈക്ക് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാലും നല്ല പൈസ ഉണ്ട്. അത്യാവശ്യം 1500 പുറത്തൊരു ദിവസം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിൽ കുറച്ച് പരിചയം വേണം. അതല്ലെങ്കിൽ ഒന്ന് പോയി കഴിഞ്ഞാലും പരിചയവും. തുണി ഐറ്റംസ് വിൽക്കുന്നവരുണ്ട്, തുണി ഐറ്റംസ് ബൈക്കിൽ കൊണ്ടുവന്ന് വിൽക്കുന്നവരുണ്ട്. അവർക്കും കുഴപ്പമില്ലാത്ത പൈസ ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് പറ്റില്ല. അത് നമുക്ക് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഡെലിവറി, സ്വിഗ്ഗി. കാരണം കമ്പനിക്ക് ഒരു പേര് വേണം, കുറച്ച് എന്താ പറയാ സ്റ്റാൻഡേർഡ് ആയിരിക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ പേരിലാണ്. അതുപോലെ തന്നെ മീൻ കച്ചവടം എന്ന് പറയുമ്പോഴും മോശം പണിയൊന്നുമല്ല. അത്യാവശ്യം നല്ല പൈസയും കിട്ടുന്നുണ്ട്. മാന്യമായിട്ടുള്ള പണി തന്നെയാണ്. സാധനം നമ്മളെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് സാധനം വാങ്ങുന്നു, അത് വിൽക്കുന്നു. കച്ചവടം തന്നെയാണ്. അതും ചെയ്യാൻ വേണ്ടിയുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇതിലാണെങ്കിൽ ഡെലിവറി ബോയ് എന്നുള്ള ഒരു ജോലി ആ ലെവലിൽ ചെയ്യുന്നു. വേറൊരു ടീമിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ വേറൊരു കമ്പനിക്ക് വേണ്ടി ചെയ്യുന്നു, സ്വിഗ്ഗി ആയാലും മറ്റുള്ളതായാലും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പൈസ ഇറക്കിയിട്ട് നമ്മൾ തന്നെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ കുറച്ച് വ്യത്യാസമുണ്ട്. ഇറക്കാൻ പൈസ വേണ്ടി വരും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ നേരെ കുറച്ച് മറ്റേലാണെങ്കിൽ അങ്ങനെ കയ്യിൽ നിന്ന് പൈസ ഒന്നും ഇറക്കണ്ട. സ്വിഗ്ഗി ആയാലും സൊമാറ്റോ ആയാലും അല്ലെങ്കിൽ മറ്റേ ഈ മീഷോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനത്തെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരാഴ്ച പെട്രോൾ അടിക്കാനുള്ള പൈസ കയ്യിൽ കരുതിയാൽ മതി. ചെലവിനുള്ളത് മാത്രം. അത് ആഴ്ച തന്നെ ശമ്പളമായിട്ട് കിട്ടുകയും ചെയ്യും. ഞാനിപ്പോ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെലിവറി ജോബിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞിട്ടില്ല. ഒന്ന് കുവൈറ്റിലെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നാട്ടിലിപ്പോ ആ ജോലിക്ക് പോയ ചെറിയ കാര്യങ്ങൾ, അതായത് എക്സ്പീരിയൻസ് വെച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ സ്വിഗ്ഗിയുടെ അതായത് ചെറുതായിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം അറിയുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് ജോലി ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ കമന്റിലൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗൾഫിലേക്കുള്ള ജോലിയുടെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതായത് വിസ വന്നപ്പോ അതിന്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ പലരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്പർ വെച്ചപ്പോ അതിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലുള്ള വേക്കൻസികൾ പറ്റാണ്ടാകുമ്പോൾ നമ്മോട് പറഞ്ഞാൽ നാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, ഒരു പണിയില്ല, ആകെ പ്രശ്നത്തിലാണ്, എന്തെങ്കിലും പെട്ടെന്നൊന്ന് റെഡിയാക്കി തരാൻ പറയുന്നത്. എനിക്ക് എന്ന് പറഞ്ഞാൽ വിസ കച്ചവടമല്ല, നമ്മളെ ഫ്രണ്ടിന്റെ ഓഫീസ് ഉണ്ട്, അതുവഴി വരുന്ന വിസ മാത്രമാണ് ഈ പറയുന്നത് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഒരുപാട് പേര് മെസ്സേജ് ഇട്ടപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്താലും ഒന്നുമില്ല, ഒരു രക്ഷയില്ലെങ്കിൽ ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ ഡെലിവറിയുടെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓടിക്കഴിഞ്ഞാൽ ദിവസം 1000 രൂപ എങ്ങനെയൊക്കെ മുട്ടിക്കാൻ പറ്റും. ചെലവ് കഴിഞ്ഞൊരു 700 തട്ടിമുട്ടി ഒപ്പിക്കാൻ പറ്റും ഏത് ഡെലിവറിയിൽ കയറി കഴിഞ്ഞാല്. അപ്പൊ അതൊന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വേറെ വരുന്നുണ്ട്. അതായത് ഒരു ബൈക്ക് വെച്ചിട്ട് അങ്ങനെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത്, എന്തൊക്കെ കച്ചവടങ്ങൾ നാട്ടിൽ ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ ചെയ്തിട്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളെ ഷോപ്പിന്റെ വീഡിയോ ഞാൻ ചെയ്യാറുണ്ട്, അതും ഡ്രസ്സിന്റെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ ഷോപ്പ് തുടങ്ങാനുണ്ടായിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താ അതിന്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം പ്രവാസികൾ ഒരുപാട് പേര് നാട്ടിൽ വന്നിട്ട് കടകൾ തുടങ്ങുന്നുണ്ട്. അപ്പൊ അതിൽ വരുന്ന കുറെ അബദ്ധങ്ങളുണ്ട്. മെയിനായിട്ട് അവിടെ നിന്ന് വിളിച്ചു ചോദിക്കും നാട്ടിലുള്ളവർക്ക് എന്താ ചെയ്യേണ്ടത്, ഏതാണ് ഇപ്പൊ ബെറ്റർ. മെയിനായിട്ട് പറയുന്ന കേസ് കോഫി ഷോപ്പ്, ചായക്കട അല്ലെങ്കിൽ ഹോട്ടലിൽ തുടങ്ങാം, അതാണ്. അതല്ലെങ്കിൽ ഫ്രൂട്ട്സ്, പച്ചക്കറി, ഈ സംഭവമാണ് നാട്ടിൽ നിന്ന് കൂടുതൽ പേര് പറയാ. ഗൾഫിലുള്ളവർ വരും, പൈസ ഇറക്കും, പൈസ പോകും. കുറെ പ്രശ്നങ്ങൾ, കുറെ പേരെ പൈസ പോയിട്ടുണ്ട്, പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്, എന്തായാലും പിന്നീട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ ഇത്ര ഉദ്ദേശിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ഇതും ഇല്ലാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ പഠിക്കുന്നവർക്ക് ഒഴിവ് സമയം കിട്ടുമ്പോ എന്തെങ്കിലും അവരുടേതായ ചെലവിനുള്ള ചിലവപ്പിക്കാം. അതല്ല ഒരു ഇതില്ലാണ്ടിരിക്കുകയാണ്, വേറെ ചെറിയ ജോലി ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ ഇത് ചെയ്യാം. ഒന്ന് പഠിക്കുന്നവർക്ക് അതിന്റെ ഒഴിവ് സമയത്ത് അവർക്ക് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ വേറെ ജോലി ചെയ്യുന്നവർക്ക് ഫ്രീ ടൈമിൽ ചെയ്യാൻ പറ്റും. ഈ ഫുഡ് ഡെലിവറി ആയാലും മറ്റ് ഡെലിവറി ജോബ് ആയാലും. അതേപോലെ തന്നെ ഒരു പണിയില്ല, എന്തെങ്കിലും ഒരു പണി കിട്ടി കഴിഞ്ഞാൽ ചെയ്യാം എന്നുള്ള മൈൻഡായിട്ട് ഇരിക്കുന്നവർക്കും കുഴപ്പമില്ല, ധൈര്യമായിട്ട് ഇറങ്ങാം. നമുക്ക് വേറെ നല്ല ജോലി കിട്ടുമ്പോൾ വിട്ടാൽ മതിയില്ലേ. ഇത് രജിസ്റ്റർ ചെയ്യാൻ വലിയ കാര്യമില്ല, യൂട്യൂബിലൊന്നും നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഇനി അതറിയില്ല വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ അതിന്റെ ഒരു വീഡിയോ വേറെ ആയിട്ട് ഞാൻ ചെയ്യാം. സ്വിഗ്ഗി ഒക്കെ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ സിമ്പിൾ പരിപാടിയുള്ള, സ്വിഗ്ഗി ആയാലും സൊമാറ്റോ ആയാലും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ കമ്പനിയിലൊക്കെ കയറല് പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത്യാവശ്യ കാര്യം നടക്കണമെങ്കിൽ അങ്ങനെ ഒരു വഴി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിനുള്ള അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോസിറ്റീവായാലും നെഗറ്റീവായാലും കമന്റ് ചെയ്യാം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം കേട്ടോ.